ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് എൻ്റെ മോണാത്തിൽ കൂടെ സ്ത്രീയുടെ കല്യാണം കഴിഞ്ഞവളുടെ ജീവിതം എത്ര ദുരന്തമാണെന്ന് പണ്ട് കാലത്ത് എന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ശാന്തേ, ചായ. ദേ കൊണ്ടുവരുന്ന മനുഷ്യ. ഇവിടെ 100 കൂട്ടം പണിയുണ്ടല്ലോ. ഇനി എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? എന്നാ നിങ്ങളുടെ ചായ. നല്ല ചായ. എന്നാ ഇനി മുറ്റടിക്കണം, ഇതൊക്കെ അടിച്ചു വാരണം. എന്തൊക്കെ പണി ചെയ്യണം ഞാനിനി? കുറേ പണികളുണ്ടല്ലോ. തലവേദന ചെയ്യാ. കുറച്ചു നേരം ഒന്ന് ഉറങ്ങാം. അമ്പടി കേമി, അങ്ങനെ നീ സൂചിച്ചുറങ്ങണടി. അയ്യോ, മോളെ ശാന്തേ, ഒന്ന് ഓടിവാടി. അമ്മക്ക് പുറമേത്ത് കഴിയടി. എന്താമ്മേ? ഒന്നുമില്ല, നമുക്ക് പുറമെ കഴിച്ചിട്ട് കഴിയാ. തങ്ങ വയ്യ, തണ്ടല് വേച്ച് കഴിച്ചു പോയിട്ട് അയ്യാ. ഈശ്വര, മുകേഷ് ഏട്ടനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ഉറക്കത്തിലാണല്ലോ. ഞാനാണെങ്കിൽ സത്യം പറഞ്ഞ പണിയെടുത്ത് വയ്യാണ്ടായിട്ടമ്മ ഒന്ന് ഉറങ്ങിയിട്ട് വരാമെന്ന് വിശ്വസിച്ചതാ. അശ്വതിയോട് ഭയങ്കര എളുപ്പത്തിൽ നിൽക്കാണല്ലോ അമ്മേ. ഞാൻ പോയി ആളടിച്ചോണ്ടിരാ. അതൊന്നും വേണ്ട, അമ്മക്ക് മോള് തന്നെ ഒഴിഞ്ഞതായോ. ഇപ്പൊ തൊട്ടടുത്തുള്ള മോളല്ലേ, ഒന്ന് ഒഴിഞ്ഞതാ മോളെ. അമ്മോട് കിടക്ക. ശരി, എടുക്കമ്മേ. പതുക്കൊഴിഞ്ഞതാ. അയ്യോ, അങ്ങനെ പതുക്കെ ഇങ്ങനെ തിരുമ്പി ഒന്ന് പതുക്കൊഴിയിട്. കാലം മാടത്തി. തള്ള. പുറമേതര വരാനുള്ള സമയം ഒന്ന് വിശ്രമിക്കാൻ കഴിയുമല്ലോ. ഒന്നും അതില്ല. വല്ലതും പറഞ്ഞോ? ഒന്നുമില്ലമ്മേ, ഒന്നും പറഞ്ഞില്ല. അമ്മ സാധാരണ ഉറങ്ങിക്കോ. സമയം രാത്രി 8 മണി. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, നീ കൊണ്ടുവാ. ഉമ്പിട് തജും 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 കരിങ്കുഴൽ കൊട്. ഇന്നും കുടിച്ച നിങ്ങള്? ഇന്ന് വേറെ അധികം കുടിച്ചു. ഇന്ന് എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ചതി പറ്റി. ചാന്തി, നിനക്കറിയോ അത്? എനിക്കൊന്നും അറിയില്ല. ഇവിടെ മാറി ആ ദിവാകരൻ എന്നെ ഒത്തിയിടി. അതുകൊണ്ട് ഞാൻ ഇത്ര കുടിച്ചിട്ടും എൻ്റെ സങ്കടം ഒന്നുപോലും മാറുന്നില്ല ശാന്തി, അറിയോ? മനുഷ്യ, കൊച്ചുറങ്ങിയേക്കണ്. ഇപ്പൊ കുടിച്ചൊന്നും പറയല്ലേ. എന്താ പറഞ്ഞ നീ? കൊച്ചുറങ്ങിയേക്കണ മനുഷ്യ, കുടിച്ച വഹിച്ച് കിടക്കണം. ഇങ്ങനൊന്നും പറയല്ലേ. കൊച്ചിനിക്കും നാളെ കൊച്ചുങ്ങൾക്ക് ക്ലാസ്സിൽ പോകണമല്ലേ.
എന്ത് പറഞ്ഞു നീ? ഞാനിവിടെ സീരിയസ് ആയൊരു കാര്യം പറയുന്നു നിന്നോട്. അതിനിടയ്ക്ക് കൊച്ചിറങ്ങി, അവളിറങ്ങി, മറ്റവളിറങ്ങി, ഒരുമാതിരി ചടിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഒന്നോട് മോളെ നിങ്ങൾ കുടിച്ച് പ്രാന്ത് വയറ്റി കിടന്നോടെ മനുഷ്യ. ഒരു കാര്യം പറയുമ്പോൾ അത് കേട്ടിരിക്കണം. അതാണ് നീ എൻ്റെ ഭാര്യയാണ്. ഞാൻ പറയുന്നത് കേട്ട് ജീവിക്കണം. നീ കേറി. ഇന്ന് നിനക്ക് ഇത്രയൊക്കെ മതി. വല്ലാണ്ട് വിളച്ചിലാവുന്നുണ്ട് അവൾക്ക്. ഒരു വീട്ടിലെ കേട്ടില്ലമ്മ. ശാന്തമീ രാത്രി വാദ്യഘോഷാദികൾ ഉറങ്ങുവാം, ഞാൻ ഉറങ്ങുവാ. എന്താ വിധിയാ ദൈവമേ ഇതെൻ്റെ. ഈ കെട്ടിയോൻ ഇങ്ങനെ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കല്. അമ്മക്കാണെങ്കിൽ ഒരു ഉറങ്ങാൻ പോലും സമയമില്ലല്ലോ. എൻ്റെ ഈശോയെ, ഇവിടെ പണി കുറേ. ഇനി രാത്രി നാളെ ബാക്കി. ഇനി നാളെ പിള്ളേരെ ഏൽപ്പിച്ച് സ്കൂളിൽ കിടണം. സമാധാനമില്ലാത്ത ദിവസം. ജഗദീശ്വരാ, നമോ ശിവായ. ഇന്ന് ഉറങ്ങാം. താങ്ക് യു. ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ച ഈ സ്കിറ്റ് അഥവാ മോണാക്ട്, ഈ സംഭവം ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ കുറവെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇത് പൂർണ്ണമായും ഇല്ലാണ്ടായിട്ടില്ല. എന്നാൽ അങ്ങനെ നടക്കുന്ന വീടുകളിൽ ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, ആ സ്ത്രീകളെ കുറച്ചെങ്കിലും സമാധാനിപ്പിക്കുക. അവരെ യാത്ര കൊണ്ടു. ഒന്നെങ്കിലും നിങ്ങളെ പോലെ മജ്ജമാംസമുള്ള ജീവികളൊക്കെ തന്നെയല്ലേ ഈ സ്ത്രീകളും. ആരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സന്തോഷിപ്പിക്കാനല്ല, എന്നാലും അവർക്ക് ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഇന്ന് അവതരിപ്പിച്ച ഈ നാടകം കണ്ടിട്ടെങ്കിലും നിങ്ങളുടെ സ്വഭാവമാണ് അതിൽ കൂടെ ഏതാണ്ട് കാണിച്ചത്. കള്ള് കുടിക്കുന്ന സ്വഭാവം അതൊക്കെ ഒന്ന് നിർത്തി കുടുംബത്തിന് വേണ്ടി നന്നായി ജീവിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.